ഹായ്, സഹദേവ് മാഷാണേ. താമരശ്ശേരി എൻ്റെ സ്വന്തം ജില്ലയിലാണ്. താമരശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും അതുപോലെ MJ ഹയർ സെക്കൻഡറി സ്കൂളും ഇളയറ്റിൽ വട്ടോൾ. ഈ രണ്ട് സ്കൂളുകളിലും ചില പരിപാടികൾക്കൊക്കെ ഞാൻ പോയതാണ്. അവിടെ ഈ രണ്ട് സ്കൂളുകളിലുമുള്ള ടീച്ചേഴ്സ് പലരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഇപ്പോഴും ആ സ്നേഹബന്ധമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ അനിഷ്ട സംഭവം അത് പിന്നെ ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ റിട്ടയർ ചെയ്തിട്ട് 11 വർഷമായി, 2014. എനിക്ക് കുട്ടികളുമായി ബന്ധപ്പെട്ട് ചില സംഘടനകളുമായി ബന്ധപ്പെട്ടതുപോലെ പിന്നെ കുട്ടികളെ തല്ലിയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അച്ചടക്ക നടപടി എടുത്തതിൻ്റെ പേരിലൊക്കെ ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇത് ഈ സർവീസിൻ്റെ ഭാഗമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നിരുന്നത്. അപ്പോൾ പലതും വീട് കത്തിക്കാൻ വരെ ഒരു ഗ്രൂപ്പുകാർ വന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നേരിട്ട് അനുഭവമുള്ള മറ്റൊരു അധ്യാപകൻ്റെ ഒരു സുഹൃത്തായ അധ്യാപകനുണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇതും ഒരു ഹൈസ്കൂളിൽ വെച്ചാണ്. സ്കൂളിൻ്റെ പേരോ അധ്യാപകൻ്റെ പേരോ ഒന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ പരിസരത്ത് തന്നെയുള്ള സ്കൂളാണ്. അവിടെ അതിക്രമം കാണിച്ച ഒരു കുട്ടിയെ, എല്ലാ സ്കൂളിലും അച്ചടക്ക സമിതിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിക്രമം കാണിച്ച കുട്ടിയെ സ്വാഭാവികമായും നമ്മൾ അത്തരത്തിലുള്ള കമ്മിറ്റിയിലുള്ള അധ്യാപകരായിരിക്കും കൈകാര്യം ചെയ്യുക. അത് ചിലപ്പോൾ ഓരോരുത്തരും റേഞ്ചിനനുസരിച്ച്, ഏത് തരത്തിലുള്ള റേഞ്ചാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. റേഞ്ചിനനുസരിച്ച് അവരെ ഏതെങ്കിലും തരത്തിൽ നടപടികൾക്ക് വിധേയരാക്കാം. ചിലപ്പോൾ അടി കൊടുത്തേക്കാം. ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തതിന് ശേഷമായിരിക്കും അവരെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ അടിയും കൊടുത്തിട്ടുണ്ടാവുക. ഇനി കിട്ടാത്ത അടിയുടെ പേരിൽ കുട്ടികളുണ്ടാക്കിയ ഒരു പൊല്ലാപ്പ് ആ അധ്യാപകൻ, അവിടെയുള്ള മറ്റധ്യാപകരെല്ലാം എത്രത്തോളം മാനസിക സംഘർഷത്തിലായിരുന്നു, എത്രത്തോളം പ്രയാസത്തിലായിരുന്നു, സമൂഹത്തിൻ്റെ മുമ്പിൽ എത്രത്തോളം കുറ്റവാളികളായിരുന്നു എന്ന് ഒന്ന് ബോധ്യപ്പെടുത്താൻ അത് ഈ സമയത്ത് അത് നിങ്ങളെ ശ്രദ്ധയിലൊന്ന് പെടുത്തുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ സ്വാഭാവികമായും അച്ചടക്കരാഹിത്യം കാണിച്ച ഒരു കുട്ടിയെ ഈ പറഞ്ഞ പോലെ അധ്യാപകരുടെ മുമ്പിലേക്ക് എത്തിക്കുകയും അതിലുള്ള ഒരു അധ്യാപകൻ ഈ കുട്ടിയെ സ്വകാര്യമായി വിളിച്ചു കൊണ്ടുപോയി കുറേ ഉപദേശങ്ങൾ നടത്തുകയും അപ്പോൾ ഇതിൻ്റെ വരും വരായികകളെല്ലാം എങ്ങനെയാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സമയത്തിന് ശേഷം കുട്ടി റൂമിൽ നിന്നും പുറത്ത് വന്നു. ഓക്കെ, പ്രയാസമൊന്നുമില്ല. കുട്ടി വീട്ടിലേക്ക് പോയി, അധ്യാപകൻ സ്റ്റാഫ് റൂമിലേക്കും പോയി. പക്ഷേ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ കുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ കുട്ടിയുടെ ദേഹത്തുള്ള മുറിവ് പരിശോധിച്ച ഡോക്ടർ ഞെട്ടിപ്പോയി. ഇത് കണ്ടു തന്ന എല്ലാവരും, ഇത് ചെയ്ത ഏത് അധ്യാപകനാണെങ്കിലും പിടിച്ച് ഇതേപോലെ അല്ലെങ്കിൽ തൂക്കിക്കൊല്ലണം, അത്രയും ദേഷ്യം തോന്നുന്ന രൂപത്തിലാണ് കുട്ടിയുടെ ദേഹത്തുണ്ടായിരിക്കുന്ന പാടുകൾ. നമ്മൾ വടി കൊണ്ടടിച്ച് കരിവാളിച്ചാൽ എങ്ങനെയാണ് തലങ്ങും വിലങ്ങും ഒക്കെ പുറം മുഴുവൻ, ദേഹത്ത് മുഴുവൻ തലങ്ങനെയും വിലങ്ങനെയും. അപ്പോൾ ഇന്നത്തെ ഇത് ഒരു 20 കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ്. ഇന്നാണ് ഇങ്ങനെയൊരു സീന് കണ്ടതെങ്കിൽ ആ അധ്യാപകനെയും സ്കൂളിലെയും മറ്റു ടീച്ചേഴ്സിനെയും പച്ചക്ക് കത്തിക്കാനുള്ള അത്രയും രോഷം ഉണ്ടാകുന്ന രൂപത്തിലുള്ളൊരു സംഭവമായിരുന്നു അത്. ദേഹം മുഴുവൻ അടികൊണ്ട് കരിവാളിച്ച പാടുകൾ. അപ്പോൾ ഇത് സംഭവം പറഞ്ഞ് സ്കൂളിലുള്ള മറ്റ് അധ്യാപകരും അധ്യാപികമാരും ഒക്കെ അവിടെ എത്തി കുട്ടീനെ കണ്ട്, അപ്പോൾ കുട്ടിയുടെ ദേഹത്തുള്ള പാടുകളൊക്കെ കണ്ട് തിരിച്ച് വന്ന്, അപ്പോൾ രക്ഷിതാക്കളുടെ രോഷവും നാട്ടുകാരുടെ രോഷവും വേറെ. ഈ കണ്ട് വന്ന് തിരിച്ച് വന്ന ലേഡി ടീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള
അധ്യാപകരുടെ രോഷവും അണപൊട്ടിയുടെ ഇങ്ങനെയൊക്കെ കുട്ടികളെ ശിക്ഷിക്കാവോ? ഇതാകെ പിന്നെ കളം വരച്ച മാതിരി തലങ്ങും വിലങ്ങും ഒരുപാട് അടി കിട്ടിയ പാടുകൾ. അപ്പോൾ കുട്ടീൻ്റെ വെളുത്ത ശരീരമായതുകൊണ്ട് തന്നെ മുഴുവൻ ചോര കരിവാളിച്ച പാടുകളാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഈ അധ്യാപകനെ ഇവിടെ നിർത്താൻ പോകുന്നില്ല. തടി കേടാകുന്നതിന് മുമ്പേ പിന്നെ ഇയാളെ ഒന്ന് മറ്റുള്ള ആൾക്കാരൊക്കെ വരുന്നതിന് മുമ്പേ ഒന്ന് രക്ഷപ്പെടുത്തണമെന്നുള്ള രൂപത്തിലാണ് പിന്നെ ചർച്ച വരുന്നത്. അപ്പോൾ കൂട്ടത്തിൽ മറ്റുള്ള അധ്യാപകർക്കും എല്ലാം പേടി തന്നെയാണ്. കാരണം വരുമ്പോൾ ആൾക്കാർ രോഷത്തോടെ വരുമ്പോൾ ഇത്രയും ഒരു സീന് കണ്ടിട്ട് വരുന്ന ആ പിന്നെ ജനക്കൂട്ടത്തിൻ്റെ ക്രൗര്യം എത്രത്തോളം ഉണ്ടാവുമെന്ന് പറയാനാവില്ല. എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നത് അറിയാൻ പാടില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ആ അധ്യാപകനെ രക്ഷിക്കാനുള്ള, അവിടുന്ന് അവരെ കയ്യിൽപ്പെടാതെ രക്ഷിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തേണ്ടത് എന്നുള്ള രൂപത്തിലാണ് അവിടെയുള്ള ഒരു പൊതു അഭിപ്രായമായിട്ട് രൂപം കൊള്ളുന്നത്. പക്ഷേ ഈ അധ്യാപകന് ഇത് ചെയ്തു എന്ന് പറയുന്ന അധ്യാപകന് ഒരു കുലുക്കവും ഇല്ല. അദ്ദേഹം വളരെ ശാന്തനായിട്ട് ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അറിയുന്ന ആൾക്കാർ അറിയാം, ഒരിക്കലും ഈ അധ്യാപകന് ഇങ്ങനെ ക്രൂരമായിട്ട് ശിക്ഷിക്കാൻ ആവില്ല. കാരണം അത്രയും നല്ല രൂപത്തിൽ കുട്ടികളോട് ഇടപെടുന്ന, കുട്ടികളുടെ സർഗാത്മകതക്കൊക്കെ ഒരുപാട് പിന്നെ പിന്തുണ കൊടുക്കുന്ന, കുട്ടികൾക്ക് നാടക ക്യാമ്പുകളും മറ്റ് പിന്നെ സിനിമാ ക്യാമ്പുകളൊക്കെ ഒരുക്കുന്ന, കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ഉറക്കൊഴിഞ്ഞ് അധ്വാനിക്കുന്ന ഒരു അധ്യാപകനാണ്. അപ്പോൾ അടുത്തറിയുന്നവർക്ക് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെയൊന്നും വന്നിട്ടുണ്ടാവില്ല എന്നറിയാമെങ്കിലും ഒരു പൊതുബോധം, അതാണ് അപകടം. സത്യം എന്താണെന്ന് തിരിച്ചറിയാതെ പൊതുബോധത്തിനൊപ്പം നിൽക്കാനാണ് എല്ലാ കാലത്തും പിന്നെ കൂടെയുള്ളവർക്കും മീഡിയയ്ക്കും രക്ഷിതാക്കൾക്കും അതുപോലെ പിന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കും മതസംഘടനകൾക്കും എല്ലാം പ്രാധാന്യം. ഒന്നും കൂടെ, എന്താണോ പൊതുബോധം അതിനൊപ്പം നിൽക്കുക. അപ്പോൾ സത്യത്തിനൊപ്പം നിൽക്കാനല്ല. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഞാനിത് ചെയ്തിട്ടില്ല, പിന്നെ മറ്റാരെങ്കിലും ചെയ്തോ എന്നറിയില്ല. അപ്പോൾ പക്ഷേ അത് തെളിവുകളെല്ലാം ഇദ്ദേഹത്തിനെതിരാണ്. കാരണം തലേന്ന് കൊണ്ടുപോയി ഇദ്ദേഹം പിന്നെ കുട്ടീനെയും കൂട്ടി പോയിട്ടുണ്ട്. റൂമിൽ വെച്ച് ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടി തിരിച്ചു വരുന്നത്. അപ്പോൾ ആ സമയത്ത് പിന്നെ ഈ അച്ചടക്കരാഹിത്യം നടത്തിയ കുട്ടിയാണല്ലോ, തീർച്ചയായിട്ടും അടി തന്നെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. അപ്പോൾ രോഷത്തോടെ വരുന്ന രക്ഷിതാക്കളെ അതേമാതിരി പിന്നെ നാട്ടുകാരെയൊക്കെ തടയാൻ എന്താണ് മാർഗമെന്ന് ആലോചിക്കുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഇതിപ്പോൾ പോലീസ് കേസാവും, പിന്നെ കൂടുതൽ പിന്നെ സംഘർഷങ്ങളിലേക്ക് പോവും. ആ രൂപത്തിൽ നിൽക്കുമ്പോഴാണ് ഡോക്ടറുടെ ഭാഗത്തുനിന്നൊരു ചെറിയ സംശയം. അപ്പോൾ അവിടെ ചെന്ന മറ്റ് അധ്യാപകരോട് എനിക്ക് ആ കുട്ടിയുടെ ദേഹത്തുള്ള മുറിവുകൾ ഒന്നും കൂടെ പരിശോധിക്കണം, ഇത് അടി കിട്ടിയത് തന്നെയാണോ എന്ന് ഒരു സംശയമുണ്ട്. അപ്പോൾ അതെന്താ അങ്ങനെ വരാൻ കാരണം വളരെ കൃത്യമായി തെളിവുണ്ടല്ലോ. അടിച്ച് പഞ്ചറാക്കി ഇട്ടിട്ട് കൃത്യമായിട്ട് തെളിവ് അവിടെയുണ്ട്. കരുവാളിച്ച്, അതായത് വടിയുടെ രൂപത്തിൽ പിന്നെ പതിഞ്ഞ പാടുകൾ തലേന്നായതുകൊണ്ട് പിറ്റേന്നേക്ക് അത് രക്തം കട്ട പിടിച്ച മാതിരിയുള്ള കറുത്ത വരകളായിട്ട് തീർത്തിട്ടുണ്ട്. പക്ഷേ ഈ ഡോക്ടർ പറഞ്ഞ് ഇവർ സംശയമുണ്ട്. പിന്നീടാണ് കൂടുതൽ അന്വേഷണം നടക്കുന്നത്. ഇത് അധ്യാപകനൊന്നും ചെയ്തതല്ല. പിന്നീടാണ് മനസ്സിലാകുന്നത്. നോക്ക്, ഒരു ദിവസത്തിന് ശേഷമാണ് ഈ കാര്യം തിരിച്ചറിയുന്നത്. ഈ ഒരു ദിവസം ഈ അധ്യാപകനും അവിടെയുള്ള മറ്റധ്യാപകരും അനുഭവിച്ച ആ വേദന. അപ്പോൾ അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കാൻ ഈ പറഞ്ഞ പോലെ പൊതുബോധത്തിൽ അന്ന് പിന്നെ തീർച്ചയായിട്ടും മറ്റ് പിന്നെ അധ്യാപകരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സത്യം ബോധ്യപ്പെടുത്താൻ, തെളിവ് സഹിതം ബോധ്യപ്പെടുത്താൻ, തെളിവുകളൊക്കെ ഇദ്ദേഹത്തിനെതിരാണ്. തെളിവ് കാട്ടി ബോധ്യപ്പെടുത്താൻ ഒരു മാർഗ്ഗവും ഇല്ല. പെട്ടുപോയി. കാരണം അധ്യാപകൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് മറ്റുള്ള കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും കണ്ടതാണ്. തിരിച്ചു വരുന്നതും ചിലപ്പോൾ കരഞ്ഞുകൊണ്ടായിരിക്കും. അപ്പോൾ കുട്ടി നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ പിന്നീട് എന്താ സംഭവിച്ചതെന്നറിയില്ല. അപ്പോൾ സംഭവിച്ചത് പിന്നീടാണ് മനസ്സിലാകുന്നത്. പറങ്കി അണ്ടി, കശുമാങ്ങേൻ്റെ അണ്ടി, ഞങ്ങൾ നാട്ടിൽ നാടൻ ഭാഷയിൽ അണ്ടിയും മാങ്ങയെന്ന് പറയും, കശുവണ്ടി. അതിൻ്റെ പച്ച കശുവണ്ടി എടുത്ത്
എങ്ങനെയാണോ അടി കിട്ടിയാലുണ്ടാവുന്ന പാട്, അതേപോലെ മറ്റൊരു കൂട്ടുകാരൻ ഈ കുട്ടി മറ്റൊരു കുട്ടിയെ കൊണ്ട് പുറത്ത് തലങ്ങനെയും വിലങ്ങനെയും അടി കിട്ടുന്ന രൂപത്തിൽ, അടി ഉണ്ടായാൽ കിട്ടുന്ന രൂപത്തിലുള്ള പാടുകൾ ഉണ്ടാക്കി തീർത്തു. അപ്പോൾ ഈ പച്ച കശുവണ്ടി കൊണ്ട് നമ്മൾ തൊട്ടാൽ തന്നെ പൊള്ളും. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് പൊള്ളിയ പാടുകളാണ്, അടികിട്ടിയ പാടുകളല്ല എന്ന് ഡോക്ടർക്ക് പോലും സംശയം വരുന്നത്. അതാണ് അദ്ദേഹം ഒന്നും കൂടെ നോക്കണോ എനിക്ക് പറയാൻ പറ്റും എന്നുള്ള രൂപത്തിലേക്ക്. അപ്പോൾ പൊതുജനങ്ങളെ ആ രോഷമൊക്കെ ക്രമത്തിലാണ് ആറിത്തണക്കാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും കുട്ടികൾ ഒപ്പിച്ച പണിയാണ്. ഈ കുട്ടി മറ്റൊരു കുട്ടിയും കൂടെ ചേർന്ന് തലങ്ങനെയും വിലങ്ങനെയും പച്ച അണ്ടി കൊണ്ട് ദേഹം മുഴുവൻ വരച്ചിട്ടതാണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചൂരൽ വെച്ച് അടിച്ച് ആ പാടാണ് കാണുന്നത്. പിറ്റേന്നാകുമ്പോൾ അത് കരിവാളിച്ചിട്ട്, പക്ഷേ പിന്നീടത് പൊള്ളുന്ന രൂപത്തിലേക്കാണ് വരിക. പച്ചയണ്ടി കൊണ്ട് നമ്മൾ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ ഒരു പൊള്ളലാണ് ഉണ്ടാകുക. നോക്ക്, ഇതും ഹൈസ്കൂളിലെ കുട്ടികളാണ്. അധ്യാപകനെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി നോക്ക്, ഇത് ഈ രൂപത്തിൽ തെളിഞ്ഞില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ സർവീസ് കാലം അതോടുകൂടി കഴിഞ്ഞു. അദ്ദേഹം ഇതിനെതിരെ, അതായത് കുട്ടികൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളാണ്. അപ്പോൾ പിന്നീട് ഒരുപാട് ഉയരങ്ങളിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് പറയുന്നത് ആളെ പേരോ സ്കൂളിൻ്റെ പേരോ ഒന്നും പറയാതെ ഈ ഒരു അനുഭവം എനിക്കും നേരിട്ട്, അതായത് അനുഭവമുള്ള ഒരു കഥയല്ല അനുഭവം. ഇത്തരത്തിലുള്ള മക്കൾ നമ്മളെ കൂട്ടത്തിൽ ധാരാളമുണ്ട്. അപ്പോൾ കുട്ടികളാണെങ്കിലും എങ്ങനെയാണ് ഇത് നേരത്തെ പ്ലാൻ ചെയ്യുന്നത്? വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് അധ്യാപകരെ കൊടുക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ധാരാളം ശ്രമങ്ങൾ വില്ലന്മാരായിട്ടുള്ള എല്ലാ കുട്ടികളല്ല, ചില കുട്ടികൾ അതിൽ പെട്ടുപോകുന്നതാണ്. അപ്പോൾ ഇതറിയാതെ ഒറ്റ നോട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പൊതുവായി ഉയർന്നു വരുന്ന എന്താണ് പൊതുബോധം, അതിനെതിരായിട്ട് നമ്മളത് വാളയാറിനും കണ്ടതാണ്. ചില മീഡിയക്കാർ, ചില അന്വേഷണാത്മക പത്രപ്രവർത്തകർ പോയി സത്യം മനസ്സിലാക്കുകയും പക്ഷേ പ്രസ്സിലേക്ക് എത്തുമ്പോൾ, ഇത് ഡെസ്കിലേക്ക് എത്തുമ്പോൾ അത് പ്രസിദ്ധീകരിക്കാനാവാതെ പൊതുബോധത്തിനൊപ്പം നിൽക്കാൻ വേണ്ടി അത് പൂഴ്ത്തി വെക്കുകയും ചെയ്യുന്നു. ഇത് എല്ലാ കാലത്തും ഈ കാലത്തും എല്ലാ കാലത്തും നടക്കുന്നത് തന്നെയാണ്. അപ്പോൾ അടിച്ച അധ്യാപകനെ തിരിച്ചടിക്കാൻ വേണ്ടി പോകുന്ന കൂട്ടത്തിൽ എന്താ കാര്യമൊന്നും ഒന്നും അറിയാതെ മറ്റുള്ളവരും ഒപ്പം കൂടും. അപ്പോൾ അതാണ് എനിക്കുണ്ടായ അനുഭവം, ഇത്തരത്തിലുള്ളതാണ്. ഇതേമാതിരി അച്ചടക്ക രാഹിത്യത്തിൻ്റെ പേരിലൊരു കുട്ടിയെ ശിക്ഷിച്ച്, അപ്പോൾ പിറ്റേന്ന് കുട്ടി ഹോസ്പിറ്റലാകുന്നു. അപ്പോൾ ഇതൊന്നും അറിയാത്ത മറ്റ് നാട്ടുകാരാണ്, അതായത് ഇതുമായിട്ട് ഒരു ബന്ധം, എന്താണ് കാര്യമെന്നും പോലും ചോദിക്കാതെ വീട് കത്തിക്കാൻ വേണ്ടി വരികയാണ്. ഇത് പല സ്ഥലത്തും നടക്കുന്നത് തന്നെയാണ്. അപ്പോൾ കുട്ടികളുടെ മേലെ ഏതെങ്കിലും തരത്തിൽ അധ്യാപകർ നടപടിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ സപ്പോർട്ട് സമൂഹത്തിൽ നിന്ന് കിട്ടുന്നില്ല. രക്ഷിതാക്കൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോവുക. ശരിയായ കാര്യത്തിന് തീർച്ചയായിട്ടും പോകണം, പക്ഷേ എല്ലാറ്റിനും ഇത് ആരെ ഭാഗത്താ തെറ്റെന്ന് തിരിച്ചറിയാതെ ഉടനടി പോലീസ് സ്റ്റേഷനിലേക്ക്. അപ്പോൾ അധ്യാപകർക്ക് ഒരുപാട് കെട്ടുപാടുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അധ്യാപകരുടെ ശബ്ദം ഇങ്ങനെ കുറഞ്ഞ് അച്ചടക്കം രാഹിത്യത്തിനെതിരായിട്ട് ശബ്ദമുയർത്താനുള്ള ആ ശബ്ദം ക്രമേണ അധ്യാപകരിൽ നിന്ന് കുറഞ്ഞു വരുന്ന അനുഭവം. എൻ്റെ സർവീസിൻ്റെ തുടക്കത്തിൽ ഞാൻ 1985 അതായത് 40 കൊല്ലം മുമ്പ്. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇതേമാതിരി അന്നൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചേഴ്സ് അടിക്കുക അന്ന് അങ്ങനെയായിരുന്നു ധാരണ. എൻ്റെയും ധാരണ അടിച്ച് പഠിപ്പിക്കുക, അതാണ് ശരി എന്നുള്ളതാണ്. കാരണം ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ അത് രക്ഷിതാക്കൾ ചോദിക്കും. അപ്പോൾ അതിനുള്ള എല്ലാ ശിക്ഷാ നടപടികളും സ്വീകരിക്കാൻ അധ്യാപകർക്ക് അന്ന് NOC കൊടുത്തതാണ്. എന്ന് വെച്ചാൽ എല്ലാവരും ഇല്ല, ഭൂരിഭാഗം, അന്ന് ബഹുഭൂരിപക്ഷം രക്ഷിതാക്കളും തങ്ങളുടെ മക്കളെ അടിക്കുന്നത്, ടീച്ചേഴ്സ് അടിക്കുന്നത് അവരെ നേർവഴിക്ക് നയിക്കാനാണ് എന്ന കാര്യത്തിൽ കുറച്ച് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ അക്കാലത്ത് എനിക്ക് ഉണ്ടായിരുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇതേമാതിരി ക്ലാസ്സിൽ ആ കൃത്യമായ വർക്ക് ചെയ്യാത്തതിന് ഒരു കുട്ടീനെ അടിച്ചു. അപ്പോൾ പിന്നെ സംഭവിച്ചത് എന്താ വെച്ചാൽ, ഈ സ്കൂൾ വിട്ട് പോകുന്ന സമയത്ത്
ഈ അധ്യാപകർ, അതായത് ഏത് സ്കൂളിലും പിന്നെ കർശനമായിട്ട് പെരുമാറുന്ന അധ്യാപകർ പൊതുവായി കുട്ടികളെ ശത്രുക്കളായിരിക്കും. പ്രത്യേകിച്ചും അക്കാലത്ത് കുട്ടികൾ ചെയ്തത് എന്താ വെച്ചാൽ ഈ കുട്ടീനെ പിന്നെ മറ്റെല്ലാ വില്ലന്മാരും ചേർന്ന് ഘോഷയാത്രയാക്കിയിട്ട് പിന്നെ ആ രക്ഷിതാവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോകാണ്. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ രക്ഷിതാവ് ഈ കുട്ടീൻ്റെ അടിച്ച് കുട്ടി കരയുന്നൊക്കെ കണ്ടിട്ട് ഉടനെ അവിടുന്ന് ആൾക്കാരെയൊക്കെ കൂട്ടി വന്ന് ഈ മാഷി ഒന്ന് കൈകാര്യം ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഈ ഒപ്പം ഉണ്ടായിരുന്ന വില്ലന്മാരായ മറ്റു കുട്ടികൾ. സ്കൂളിലുള്ള മറ്റെല്ലാ പിന്നെ ബഹളങ്ങൾക്കും അതുപോലെ പിന്നെ കുരുത്തക്കേടുകൾക്കും പിന്നെ നേതൃത്വം കൊടുക്കുന്നവരായിരുന്നു ആ ഒരു കൂട്ടർ. അവരും സ്കൂൾ കുട്ടികൾ തന്നെയാണ്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ 7ാം ക്ലാസ്സിൽ നമ്മൾ ഏതാണ്ട് മാർച്ച് അവസാനത്തോടടുക്കുമ്പോൾ പറഞ്ഞാൽ കുട്ടികളെ പിടിവിട്ട കളി തന്നെയായിരിക്കും. കാരണം അവർ ഈ സ്കൂളിൽ നിന്ന് പോവുകയാണ്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ പോകുമ്പോൾ അവിടെയുള്ള സകല ഫർണിച്ചറും അടിച്ച് പൊളിച്ച് ഉടച്ച് അടുത്ത തലമുറക്ക് പഠിക്കാൻ ഇവിടെ പിന്നെ സ്കൂൾ ഉണ്ടാവരുത് എന്നുള്ള രൂപത്തിൽ പോകുന്ന മക്കളുള്ള സമയവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കഥയിൽ അവിടെ രക്ഷിതാവിൻ്റെ മുമ്പിലേക്ക് എത്തുകയാണ് ഒരു വലിയൊരു ഭാഗം കുട്ടികളും. അതുപോലെ ഈ കുട്ടി കരഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങനെ മാഷ് അടിച്ചു എന്നും പറഞ്ഞിട്ട് നിലവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ രക്ഷിതാവ് നെയ്ത്തുകാരനാണ്. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ കുട്ടിയോട് ചോദിച്ച് എന്താ സംഭവിച്ചത്, ഇങ്ങനെ അപ്പോൾ ഹോംവർക്ക് ചെയ്യാത്തതിനാണ് അടി കിട്ടിയെന്നൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ആ കുട്ടികൾ വിചാരിച്ച പോലെ ഈ കുട്ടീനെ കൊണ്ട് രക്ഷിതാവ് എൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അവിടെ സീന് മാറുകയാണ്. ഇന്നത്തെ പോലെയല്ല. അദ്ദേഹം വരുന്നത് എന്നെ ആക്രമിക്കാനോ അല്ലെങ്കിൽ എന്നെ അല്ല. അപ്പോഴാണ് അന്നത്തെ തലമുറയിലെ അന്നത്തെ രക്ഷിതാക്കൾ എങ്ങനെയാണ് നമ്മളെ കുട്ടികളെ പിന്നെ സ്കൂളിൽ നിന്നും ശിക്ഷ കിട്ടിയാൽ അത് കൈകാര്യം ചെയ്തിരുന്നെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മാഷേ ഒരു കുഴപ്പമില്ല, ഇവൻ പഠിക്കാത്തതിനല്ലേ അടിച്ച്. അപ്പോൾ അത്തരത്തിൽ പഠിക്കാൻ വേണ്ടി കുട്ടികളെ ശിക്ഷിക്കുന്നതിന് ഞാനെതിരല്ല. നിങ്ങൾ എത്ര വേണമെങ്കിലും അതിന് വേണ്ടിയിട്ട് അടിക്കുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല എന്ന് ഈ മറ്റ് വില്ലന്മാരുകൾക്ക് പറഞ്ഞു. അപ്പോൾ ക്രമത്തിൽ ആ കൂട്ടം ഇങ്ങനെ മെല്ലെ ഒഴിഞ്ഞു പോകാൻ തുടങ്ങി. അപ്പോൾ അത്തരത്തിൽ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്ന ഒരു പക്ഷേ 40 കൊല്ലം മുമ്പാണെന്ന് ഓർക്കണം. 40 കൊല്ലം മുമ്പാണ്. പിന്നീട് ക്രമത്തിൽ ഈ രക്ഷിതാക്കളുടെ സപ്പോർട്ട് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. കുട്ടികളെ അവർ സ്വാഭാവികമായിട്ടും അച്ചടക്കരാഹിത്യത്തിലേക്ക് പോകുമ്പോൾ അന്ന് ആ കാലത്തെന്ന് പറഞ്ഞാൽ മക്കൾ എന്തായാലും 4-5 മക്കൾ തന്നെ ഓരോ വീട്ടിലും ഉണ്ടാകും. അപ്പോൾ മൂത്ത കുട്ടീനെ ചെയ്യുന്ന കണ്ടിട്ടായിരിക്കും ഇളയ കുട്ടികളൊക്കെ പഠിക്കുക എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ മക്കളെയും നേർവഴിക്ക് നയിക്കാൻ ഈ അടിക്കുക എന്നുള്ളതല്ല. അന്നെന്ന് പറഞ്ഞാൽ ജോലി ചെയ്തുകൊണ്ടാണ് കുട്ടികൾ മിക്കവാറും വരിക. വീട്ടിൽ ജോലിക്ക് സഹായിക്കണം. അപ്പോൾ നെയ്ത്ത് തൊഴിലാളി കുടുംബത്തിലാണെങ്കിൽ ചെറിയ കുട്ടികൾക്കും പഠിക്കാനുള്ള ചെയ്യാനുള്ള ജോലി ഉണ്ടാവും. അതുപോലെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കൊണ്ടുപോവുക, ഇതിനുള്ള സാധനങ്ങൾ ഒരുക്കുക, അങ്ങനെയുള്ള മറ്റ് ജോലികളൊക്കെ ചെയ്യും. എനിക്ക് തോന്നുന്ന ആ കാലത്ത്, ഇനി ഞാൻ പഠിക്കുന്ന കാലത്താണെങ്കിൽ 3ാം ക്ലാസ് 4ാം ക്ലാസ് മുതലേ കുട്ടികൾ ജോലിയിലിറങ്ങും. ജോലിയും പഠനവുമാണ്. അപ്പോൾ അന്ന് ജോലിയായിരുന്നു പ്രധാനം. വീട്ടുകാരെ മറ്റ് ജോലികളിൽ സഹായിക്കുക, അനുബന്ധ ജോലികൾ ചെയ്യുക, മറ്റുള്ള ഓരോ വർക്കുണ്ടാവും. അപ്പോൾ മറ്റുള്ള കുട്ടികളൊക്കെ കളിക്കാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല. ചുരുക്കി പറഞ്ഞാൽ ക്രിക്കറ്റ് എന്നുള്ളത് ഞാനൊന്ന് തുറന്ന് പറയാം. എനിക്ക് മറ്റുള്ള എല്ലാ കളികളും ഇഷ്ടമാണെങ്കിലും ഈ ക്രിക്കറ്റ് എല്ലാ കളികളൊന്നും അറിഞ്ഞുകൂടാ. നാട്ടിലുള്ള വോളിബോൾ, ഷട്ടിൽ, അത്തരത്തിലുള്ള കളികളൊക്കെ നാട്ടിൽ നിന്ന് കളിക്കുന്ന കളികൾ. ആ കൂട്ടത്തിൽ എൻ്റെ ചെറുപ്പത്തിൽ മറ്റുള്ള എല്ലാ കുട്ടികളും കളിക്കുന്ന കളി ക്രിക്കറ്റായിരുന്നു. ഈ ക്രിക്കറ്റിനോട് എനിക്ക് ഭയങ്കര വെറുപ്പാണ്. എന്തുകൊണ്ടോ അതങ്ങനെ ആവാൻ പാടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എങ്ങനെയാണ് ആ വെറുപ്പ് വന്നതെന്ന് വിചാരിച്ചാൽ, ക്രിക്കറ്റ് കളി എപ്പോഴാണ്, അത് ഒഴിവ് ദിവസങ്ങളിൽ കുട്ടികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ കളിക്കുന്ന കളിയാണ്. ഇങ്ങനെയൊരു കളിക്ക് പോകാൻ ഞങ്ങൾ അത്തരത്തിലുള്ള കുട്ടികൾക്ക് ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ കളിക്കുക, ഉച്ചയ്ക്ക് വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ള ആ ഒരു രീതി ഒരിക്കലും രാവിലെ മുതൽ വൈകുന്നേരം വരെ കളിക്കാൻ പറ്റുമായിരുന്നില്ല. അതേ അവസരത്തിൽ വൈകുന്നേരമുള്ള കുറച്ച് സമയത്തുള്ള കളി, അത് 1 മണിക്കൂറോ അരമണിക്കൂറോ അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ 2 മണിക്കൂറോ ഒക്കെ കളിക്കാൻ ചിലപ്പോൾ അവസരം കിട്ടിയാലായി. പക്ഷേ ഒരിക്കലും കിട്ടാത്തതാണ് ഈ ക്രിക്കറ്റ് കളി. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ക്രിക്കറ്റിനോട് യാതൊരു താല്പര്യവും ഇല്ലാതായി പോയത്
ഈ ഫുൾ ഡേ കളി അങ്ങനെയാണല്ലോ, ഫുൾ ഡേ കളി കളിക്കാൻ എനിക്ക് അവസരം കിട്ടാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ എനിക്ക് മാത്രമല്ല, എൻ്റെ തലമുറയിലുള്ള കുട്ടികൾക്കൊന്നും ആ ടൈം കിട്ടിയിരുന്നില്ല. കളി നാട്ടിലുണ്ടായിരുന്നു, പക്ഷേ കളിക്കാൻ അവസരം കിട്ടിയില്ല. കാരണം എന്താ, രാവിലെ മുതൽ വൈകുന്നേരം വരെ പോയിക്കൂടാ. പിന്നെയോ അത്യാവശ്യം വോളിബോളിനും അതുപോലെയുള്ള കളിക്കും പോകുന്നതെന്ന് പറഞ്ഞാൽ അത് വൈകുന്നേരങ്ങളിൽ ജോലി ചെയ്ത് വരുന്നവർക്കുള്ള കളിയാണ്. നോക്ക്, ഒന്ന് ജോലി ചെയ്ത് വിനോദത്തിലേർപ്പെടാനുള്ള ആളുകളുടെ കളിയാണ് നാട്ടിലുണ്ടായിരുന്ന ചില്ലറ ഇടവഴിയിലുള്ള വോളിബോളും. എൻ്റെ നാട്ടിൽ ഫുട്ബോളും ഇല്ല, വോളിബോൾ ഒക്കെയുള്ളൂ. ഷട്ടിൽ പോലും അന്നുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഷട്ടിൽ വാങ്ങേണ്ട കളി എന്ന് പറഞ്ഞാൽ അതിന് ചിലവ് കൂടുതലാണ്. ഷട്ടിൽ കോക്കൊക്കെ ബാറ്റ് ഇടക്കിടക്ക് മുറിഞ്ഞു പോകും. വോളിബോളാണെങ്കിൽ ഒരൊറ്റ ബോൾ മാത്രം മതി, നെറ്റൊക്കെ ചൂടി കൊണ്ടൊക്കെ ഒപ്പിച്ചെടുക്കുന്നതാണ്. ഇന്ന് ഏതെങ്കിലും കുട്ടികൾ, വളരെ അത്യാവശ്യം കുട്ടികൾ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നുണ്ട്. അവരെ മീഡിയയിലൂടെയെല്ലാം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അത് ഒരു ലക്ഷത്തിലൊന്നും ഇങ്ങനെയുണ്ടാകും. അന്ന് അങ്ങനെയല്ല. 90% കുട്ടികളും, പ്രത്യേകിച്ച് ദരിദ്ര കുടുംബങ്ങളിൽ വരുന്ന മിക്കവാറും എല്ലാ കുട്ടികളും ജോലി ചെയ്തുകൊണ്ടാണ് വരുന്നത്. പെൺകുട്ടികളാണെങ്കിൽ അവരെ വീട്ടുജോലി, അടുക്കള ജോലി, ആൺകുട്ടികളാണെങ്കിൽ പുറം ജോലികൾ. കർഷക കുടുംബത്തിലാണെങ്കിൽ ഒരുപാട് പണിയുണ്ടാവും. അതുപോലെ ഓരോ തൊഴിലേർപ്പെടുന്നവർക്കും അനുബന്ധ തൊഴിലുകൾ, കുട്ടികൾ ചെയ്യേണ്ട ജോലികളൊക്കെ ഉണ്ടാവും. ഈ ജോലികളൊക്കെ ചെയ്തുകൊണ്ടാണ് സ്കൂളിലേക്ക് വരുന്നത്. അപ്പോൾ അന്ന് ജോലിയും പഠനവുമാണ്. മിക്കവാറും കുട്ടികൾ ജോലിക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുക. വീട്ടുകാർക്കും അത് തന്നെയാണ് താല്പര്യം. വീട്ടുകാർക്ക് പഠിപ്പിക്കാനല്ല താല്പര്യം ഉണ്ടാവുക, അവർക്ക് ജോലിയിൽ എന്നെ സഹായിക്കാനാണ്. അതുകൊണ്ട് പഠിച്ചിട്ടില്ലെങ്കിലൊന്നും ഒരു കുഴപ്പമില്ല. പരീക്ഷയ്ക്ക് തോറ്റാൽ അത്രയും സൗകര്യം. എങ്ങനെയെങ്കിലും UP തലമൊക്കെ കഴിഞ്ഞ് ആടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഹൈസ്കൂളിലേക്ക് പോകുന്ന കാര്യം ആ കാലത്ത്, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് വളരെ അപൂർവം. അങ്ങനെ ഭാഗ്യം കിട്ടിയ കുട്ടികൾ വളരെ, അതായത് UP കഴിഞ്ഞ് ഉടനെ ഹൈസ്കൂളിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പണച്ചെലവ് വരുന്നതാണ്. ഇളയ കുട്ടികൾ ധാരാളം പേരുണ്ടാവും, അവരെ നോക്കാൻ ആളുണ്ടാവില്ല. അപ്പോൾ അവർക്കുള്ള ഭക്ഷണം, അപ്പോൾ ഇതൊക്കെ ഒരുക്കി കൊടുക്കാൻ വീട്ടുകാർക്കാവില്ല എന്നുള്ളതുകൊണ്ട് തന്നെ മിക്കവാറും ആൺകുട്ടികളുടെയും പെൺകുട്ടികളൊക്കെ വിദ്യാഭ്യാസം 5, 6, 7 ക്ലാസ്സുകൾ കൊണ്ട് തന്നെ അവസാനിക്കും. ഇന്ന് നമ്മളെ മക്കൾ എപ്പോഴാണ് ജോലി ചെയ്ത് കൊണ്ടുവരുന്നത്? ഈ പല അരുതാത്ത വഴിയിലൂടെയും പണം സമ്പാദിച്ചു വരുന്ന കുട്ടികളുണ്ട് പഠിച്ചു വരുമ്പോൾ. അതവർക്ക് ലഹരിക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഏത് വഴിക്കാണ് ഈ പണം വരുന്നതെന്ന് വീട്ടുകാർ അറിയില്ല എങ്കിൽ അത് വലിയ അപകടം തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തത് കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ ഉണ്ടായിരുന്ന അനിഷ്ട സംഭവം എൻ്റെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്ന, ഇനി ഇത്തരത്തിലുള്ളൊരു പാതകം നമ്മളെ നാട്ടിൽ നടക്കരുത് എന്നുള്ളതുകൊണ്ട് തന്നെ ഞാനൊരു പഴയ അധ്യാപകനായതുകൊണ്ട് ഞാൻ പറയുന്ന പല കാര്യങ്ങളും പഴഞ്ചനായിട്ട് തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. പക്ഷേ ഒന്നുകൂടെ അധ്യാപകർക്ക്, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സാറിൻ്റെ വീഡിയോ കണ്ടിരുന്നു. അധ്യാപകർക്ക് ഈ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ന് വെച്ച് അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ തലങ്ങും വിലങ്ങും അടിക്കാനല്ല, കുറച്ചുകൂടെ സ്വാതന്ത്ര്യം അധ്യാപകർക്ക് തീർച്ചയായിട്ടും കിട്ടേണ്ടതാണ്. എങ്കിൽ കുറേയൊക്കെ നമുക്ക് സ്കൂളിൽ നിന്നും ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു വിദ്യാർത്ഥി സംഘടന നടക്കുകയാണെങ്കിൽ 2 വിഭാഗം, രാഷ്ട്രീയ സംഘടനയല്ല, 2 ഗ്യാങ് തമ്മിൽ പൊരിഞ്ഞടി ഗ്രൗണ്ടിൽ നടക്കുകയാണെങ്കിൽ സ്റ്റാഫ് റൂമിൽ നിറയെ ടീച്ചേഴ്സ് ഉണ്ടാവും. അവരിൽ എത്ര പേര് അത് തടയാൻ പോകും എന്നുള്ളതാണ്. എത്ര പേര് തടുക്കാൻ പോകും? അങ്ങനെ തടുക്കാൻ പോകാൻ ഒരുങ്ങുന്ന ടീച്ചേഴ്സിനെ എങ്ങനെയാണ് മറ്റുള്ളവർ പറയുക? മാഷേ ചെന്ന് തലയിടണ്ടേ, കുടുങ്ങുവേ, കുട്ടികൾ അടിയും കഴിഞ്ഞാൽ പോവേ, നിങ്ങളാണെങ്കിൽ കുടുങ്ങുക എന്നല്ലേ പറയുക. അങ്ങനെ പറയിപ്പിച്ചത് അതായത് ഇത്തരത്തിൽ കുട്ടികൾ സ്വന്തം സ്കൂൾ ഗ്രൗണ്ടിൽ തന്നെയാണെങ്കിലും തല തല്ലി കീറുമ്പോൾ അത് തടയാൻ, അധ്യാപകന് എത്താതിരിക്കാൻ
ഇന്നും അത്തരത്തിൽ ചെന്ന് ധൈര്യപൂർവ്വം ഇടപെടുന്നവരുണ്ട്. തീർച്ചയായിട്ടും അവരെ ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. ഇന്നും അത്തരത്തിലുള്ള അധ്യാപകർ എല്ലാ സ്കൂളുകളിലും, പക്ഷേ അവരെ എണ്ണം കുറവാണ്, അവരെ എണ്ണം വളരെ കുറവാണ്. അങ്ങനെ ധൈര്യത്തിന് നിൽക്കുന്ന അധ്യാപകൻ്റെ പിന്നിൽ ഒരു സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു അധ്യാപക സംഘടനയോ അല്ലെങ്കിൽ PTA അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളോ ഒക്കെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ധൈര്യം കിട്ടില്ല, ഒറ്റപ്പെട്ടു പോകും. അതാണ് എന്തെങ്കിലും കുട്ടീനെ ശിക്ഷിച്ചു കഴിഞ്ഞ് കുട്ടി എന്തെങ്കിലും അതിക്രമം കാണിച്ചു കഴിഞ്ഞാൽ ഈ അധ്യാപകനാണ് എല്ലാ നടപടിയും നേരിടേണ്ടത്. ഞാൻ അധ്യാപകൻ എന്ന് പറയുമ്പോൾ അധ്യാപികമാരെ മാറ്റി നിർത്തിക്കൊണ്ടല്ലേ. തീർച്ചയായും നമ്മുടെ സ്കൂൾ അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ വളരെ നല്ല രൂപത്തിൽ ഇടപെടുന്ന ലേഡി ടീച്ചേഴ്സും ഉണ്ട്, അധ്യാപകരും. പൊതുവേ ഞാൻ പറഞ്ഞതാണ് ടീച്ചേഴ്സ് എന്നുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ അധ്യാപകർക്ക് ഒരു നേരത്തെയുള്ള പോലെ കുട്ടികളെ നിയന്ത്രിക്കാനുള്ള ഒരു ധൈര്യം കൊടുക്കേണ്ടത് ആരാണ്? കൊടുക്കേണ്ടത് ഈ സമൂഹമാണ്, രക്ഷിതാക്കളാണ്, ഡിപ്പാർട്ട്മെൻറ്റാണ്, അതുപോലെ ബാലാവകാശ കമ്മീഷനാണ്. ഇവരെല്ലാം കൂടിയാണ്. അപ്പോൾ ഒന്നുകൂടെ അധ്യാപകർക്ക് കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടി മാത്രം ഉള്ള ഒരു അധികാരം കുറച്ചുകൂടെ അധ്യാപകരുടെ കയ്യിലേക്ക് വരണം എന്നുള്ള ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിന് സപ്പോർട്ട് കിട്ടേണ്ടത് ഇതാണ്, രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നാണ്, സമൂഹത്തിൻ്റെ ഭാഗത്താണ്, അതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ. ഏതെങ്കിലും ഒരു നിശ്ചിത അധ്യാപകനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് എതിർ പാർട്ടിക്കാർ ബഹളം കൂട്ടരുത് എന്നൊക്കെയാണ് പൊതുവായിട്ടാണ് പറയുന്നത്. അപ്പോൾ പൊതുവായിട്ട് നമ്മൾ പറയുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടാന്ന് പറയുകയും സംഭവത്തിൻ്റെ അതിലൂടെ എടുക്കുമ്പോൾ ക്രമത്തിൽ ഓരോരുത്തരും പിന്മാറുന്ന കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒന്നും കൂടെ ആ കുഞ്ഞുമോൻ്റെ വേർപാടിൽ വളരെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ആ കുടുംബത്തോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. ഇനി മറ്റൊരു കുട്ടിക്കും നമ്മുടെ നാട്ടിൽ ഈ ഒരു അനുഭവം ഉണ്ടാകരുത് എന്ന് അതിനുവേണ്ടി നിങ്ങളെല്ലാവരും, സമൂഹവും അധ്യാപകരും അതുപോലെ രക്ഷിതാക്കളും വിദ്യാഭ്യാസ അധികൃതരും അതുപോലെ പോലീസും ബാലാവകാശ കമ്മീഷനും ഒക്കെ വേണ്ട രൂപത്തിൽ ഇടപെടണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.